നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. UDF-നെ SDPI പിന്തുണയ്ക്കുന്നത് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ് ഇപ്പോൾ മറ്റു മുന്നണികൾ. അതിൽ കൃത്യമായ ഒരു നിലപാട് പറയുവാൻ UDF-ഉം കോൺഗ്രസും ബുദ്ധിമുട്ടേണ്ടി വരും. മുൻപ് SDPI-യുമായുള്ള നിലപാടുകൾ ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറുകയാണ്. ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി വന്നിരിക്കുന്നത്. അതിനിടെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന ഒരു പരാതി കോൺഗ്രസിൽ നിന്നുണ്ടായിരിക്കുന്നത്. അത് കോഴിക്കോടാണ്. അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ക്യാമറാമാനെ കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി എളമരം കരീം മുഹമ്മദ് റിയാസിന്റെ പ്രസംഗം ഷൂട്ട് ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞു എന്നതാണ് കോൺഗ്രസിന്റെ ആരോപണം. പരാതിയായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. കളക്ടർ ഇക്കാര്യത്തിൽ വിശദീകരണവും തേടിയിട്ടുണ്ട്. പകൽ വാർത്തയിൽ ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. UDF-നെ പിന്തുണയ്ക്കുമെന്ന SDPI നിലപാട് ആയുധമാക്കി LDF-ഉം BJP-യും. ഭീകര സംഘടനയുടെ പിന്തുണ വേണ്ടെന്ന് പറയാൻ കോൺഗ്രസിന് ധൈര്യമില്ലെന്ന് കെ സുരേന്ദ്രൻ. എല്ലാ കാലത്തും SDPI-യുമായി UDF ധാരണയെന്ന് MP രാജേഷ്. പിന്തുണ ആവശ്യപ്പെടാതെ സ്വന്തം ഇഷ്ടത്തിന് വോട്ട് ചെയ്യുന്നതാണെന്ന് VD സതീശൻ. കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ തിരിച്ചടി നേരിട്ട സർക്കാരിനെ വെല്ലുവിളിച്ച് പ്രതിപക്ഷം. സർക്കാരിന്റെ ധൂർത്ത് കോടതിയിൽ തെളിഞ്ഞെന്ന് VD സതീശൻ. 57,000 കോടി കിട്ടാനുണ്ടെന്ന പ്രചാരണം കോടതിയിൽ പറഞ്ഞില്ലെന്നും VD സതീശൻ. ഡൽഹിയിൽ ഓപ്പറേഷൻ താമരയ്ക്ക് BJP ശ്രമമെന്ന് ആം ആദ്മി പാർട്ടി. BJP-യിൽ ചേരാൻ കടുത്ത സമ്മർദ്ദമെന്ന് മന്ത്രി അതീഷി. 1 മാസത്തിനുള്ളിൽ ED അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിയെന്ന് അതീഷി. ആരോപണം മാത്രമെന്ന് BJP. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ കൂടുതൽ CPM നേതാക്കളെ ED ചോദ്യം ചെയ്യും. നോട്ടീസ് കിട്ടിയിട്ടില്ലെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി. പണം തിരികെ കിട്ടും വരെ പോരാട്ടമെന്ന് സുരേഷ് ഗോപി. ഡീലെന്ന് കെ മുരളീധരൻ. ന്യൂസ് 18 കേരളം പുറത്തുവിട്ട കൊച്ചി അധോലോകത്തിന്റെ രഹസ്യങ്ങളിലേക്ക് ATS അന്വേഷണം. പെരുമ്പാവൂർ അനസിന്റെ മുൻ വിശ്വസ്തൻ ഇബ്രാഹിം കുട്ടിയെ ചോദ്യം ചെയ്തു. ന്യൂസ് 18 കേരളം ബിഗ് ഇമ്പാക്ട്. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രസംഗത്തിലെ ചട്ടലംഘനം പുറത്തുവരാതിരിക്കാൻ എളമരം കരീം ശ്രമിച്ചെന്ന് പരാതി. പ്രസംഗത്തിന്റെ വീഡിയോ ചിത്രീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ക്യാമറാമാനെ അനുവദിച്ചില്ല. ക്യാമറാമാനെ കൂട്ടിക്കൊണ്ടു പോകുന്ന ചിത്രം പരാതിയായി നൽകി UDF. കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസം തുടരും. ഉയർന്ന തിരമാലയും കടലാക്രമണവും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ബീച്ചുകളിൽ ജാഗ്രതാ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറുകയാണ് SDPI UDF-ന് പരസ്യമായി പിന്തുണ നൽകിയത്. ഈ വിഷയം രാഷ്ട്രീയമായി UDF-ന് തിരിച്ചടി ഉണ്ടാക്കുമോ എന്നുള്ള ചർച്ചയും ഇപ്പോൾ സജീവമായി മാറിയിരിക്കുകയാണ്. BJP-യും CPM-ഉം ഈ വിഷയം UDF-നെ അടിക്കുവാനുള്ള ഒരു വലിയ ആയുധമാക്കി മാറ്റുന്നുമുണ്ട്. ഇപ്പോൾ എല്ലാ കാലത്തും കോൺഗ്രസ് SDPI ധാരണ ഉണ്ടെന്നാണ് CPM-ന്റെ ആരോപണം. ഇടതുപക്ഷത്തിന് ഇത്തരക്കാരുടെ പിന്തുണ വേണ്ടെന്നും നേതാക്കൾ പറയുന്നു. മന്ത്രി MP രാജേഷ് ഈ വിഷയത്തിൽ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ആദ്യം. നമ്മുടെ കൂടെ ഇപ്പോൾ മന്ത്രി MP രാജേഷാണ് ചേരുന്നത്. ഈ SDPI UDF-നെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഒരു രാഷ്ട്രീയത്തെ എങ്ങനെ കാണുന്നു? അതിപ്പോൾ ഇവിടെ സഹ വിജയരാഘവൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. SDPI ഒരു പിന്തിരിപ്പൻ സംഘടനയാണ്. അവർ സ്വാഭാവികമായിട്ടും എല്ലാ കാലത്തും UDF-നെ പിന്തുണച്ചിട്ടുണ്ട്. ഇപ്പോഴും അവർ UDF-നെ പിന്തുണയ്ക്കുന്നു എന്നേ ഉള്ളൂ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ LDF-നെ രഹസ്യമായി പിന്തുണയ്ക്കുകയും ഒരു കാലത്തും അങ്ങനെ ഉണ്ടായിട്ടില്ല. LDF-ന് കിട്ടിയിട്ടുള്ള പിന്തുണ ഉറച്ച മതനിരപേക്ഷവാദികളായിട്ടുള്ള വ്യക്തികളുടെയും പ്രസ്ഥാനങ്ങളുടെയും പിന്തുണയാണ്. മതനിരപേക്ഷതയാണ് LDF-ന്റെ കൈമുതൽ, അതാണ് അടിത്തറ. ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലൊക്കെ ചെറിയ നീക്കുപോക്കുകളൊക്കെ ഉണ്ടായിരുന്നു പ്രാദേശിക തലത്തിൽ. ഒരു സ്ഥലത്തുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. എന്തായാലും അവരുടെ ഈ ഒരു നീക്കുപോക്ക് അതെന്തായാലും പിന്നെ ഏതെങ്കിലും തരത്തിൽ SDPI കേരളത്തിലെ ഒരു ഗണ്യമായിട്ടുള്ള ശക്തിയേ അല്ല. അപ്പം അതുകൊണ്ട് തന്നെ അപ്രസക്തമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ല.
എന്തായാലും SDPIയും UDFും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് അത് ഒരിക്കലും അവർക്ക് ഗുണം ചെയ്യില്ല. അത് ഒരു കാലത്തും LDF ഇത്തരത്തിലുള്ള സംഘടനകളുമായി കൂട്ടുചേർന്നിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മന്ത്രി MP രാജേഷ് വ്യക്തമാക്കിയിട്ടുള്ളത്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം S വിനേഷ് കുമാർ, News 18 പാലക്കാട്. മിക്ക സ്ഥാനാർത്ഥികളും ഈ വിഷയത്തിൽ പ്രതികരണം നൽകുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം വന്നത് പാലക്കാട് നിന്നാണ്. പാലക്കാട് ഇക്കാര്യം പ്രതിഫലിക്കുകയില്ല എന്നാണ് LDFിന്റെ സ്ഥാനാർത്ഥിയായ A വിജയരാഘവൻ പറയുന്നത്. SDPI നമ്മുടെ സമൂഹത്തിൽ നിർവഹിക്കുന്ന രാഷ്ട്രീയ ധർമ്മം പ്രതിലോമപരമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു കാഴ്ചപ്പാടിൽ UDFന് പിന്തുണ കൊടുത്തിരിക്കണം. SDPIയുടെ പിന്തുണ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ജയാപജയങ്ങളെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമല്ല. അപ്പോൾ ആ നിലയിൽ ഞങ്ങളതിനെ കാണുന്നു. BJP ഈ വിഷയത്തിൽ ശക്തമായ ആരോപണമാണ് UDFിനും കോൺഗ്രസിനുമെതിരെ ഉന്നയിക്കുന്നത്. വർഗീയ കക്ഷികളുമായുള്ള കൂട്ടുകൂടൽ രാഹുൽ ഗാന്ധി നേരിട്ട് വിശദീകരിക്കണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. മതഭീകരരുമായി കൂട്ടുകൂടുന്നത് വയനാട്ടിലടക്കം വോട്ട് പിടിക്കാനെന്ന ആരോപണവും BJP ഉന്നയിക്കുന്നുണ്ട്. K സുരേന്ദ്രൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. BJP തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി VV രാജേഷും ഈ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി. അവരുടെ വാക്കുകളിലേക്ക്. ശ്രീ MM ഹസനെ കോൺഗ്രസിന്റെ KPC പ്രസിഡന്റ് ചുമതല കൊടുത്തു എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ SDPIയുടെ പിന്തുണ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ അത് വ്യക്തമാക്കണം. ഇസ്രായേൽ യുദ്ധത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ വളരെ സജീവമായിട്ട് രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന നാടാണ് കേരളം. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയും UDFും SDPI പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് SDPIയുടെ പിന്തുണ ആവശ്യമില്ല എന്ന നിലപാട് വ്യക്തമാക്കണം. SDPI പിന്തുണ കൊടുക്കുന്നതിന് വളരെ വലിയ വിലയാണ് ആ പിന്തുണ സ്വീകരിച്ചവരൊക്കെ കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. നേമത്ത് BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി SDPI പരസ്യമായിട്ട് പോപ്പുലർ ഫ്രണ്ട് SDPIയും അന്ന് മത്സരിച്ച LDF സ്ഥാനാർത്ഥിക്ക് ശിവൻകുട്ടിക്ക് കൊടുത്തതുകൊണ്ടാണ് കേരളം പിന്നീട് പോപ്പുലർ ഫ്രണ്ടിന് SDPIക്ക് മുന്നിൽ പല കാര്യങ്ങളിലും കീഴടങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഇവിടെ SDPI വളരെ പരസ്യമായി പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന SDPI നിരോധനത്തിന് മുമ്പ് പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണയോടെ പ്രവർത്തിച്ചിരുന്ന, ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിലെ അറസ്റ്റ് ചെയ്യപ്പെടാത്ത മുഴുവൻ പ്രവർത്തനം ചേക്കേറിയിരിക്കുന്നത് SDPIയിലും DYFIയിലുമാണ്. ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് ഇന്നലെ തന്നെ VD സതീശൻ വ്യക്തമാക്കിയതാണ്. ഇന്നും അതേ നിലപാട് തന്നെ അദ്ദേഹം ആവർത്തിക്കുകയാണ്. SDPIയുമായി ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല. ഒരു പിന്തുണയും SDPIയോട് ആവശ്യപ്പെട്ടിട്ടുമില്ല. മതനിരപേക്ഷ പാർട്ടി എന്ന രീതിയിലാണ് കോൺഗ്രസിന് SDPI പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവരുടെ വോട്ട്. അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാണ് VD സതീശന്റെ വാക്കുകൾ. അദ്ദേഹം ഇന്നലത്തെ ആ നിലപാട് ഇന്നും ആവർത്തിക്കുകയായിരുന്നു. ഞങ്ങൾ അവരുമായിട്ട് ഒരു ധാരണയും ഇല്ല. ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ അവരുടെ പിന്തുണയെ ആവശ്യപ്പെട്ടിട്ടില്ല. അവര് പല ആളുകളും വന്ന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. പല കക്ഷികളും പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങള് ആളുകൾ ഇൻഡിവിജ്വലായിട്ടാണ് വോട്ട് ചെയ്യണത്. അവരവരുടെ ഇഷ്ടപ്രകാരം രഹസ്യ വോട്ടാണ്. ഇഷ്ടമുള്ളവർ വോട്ട് ചെയ്യട്ടെ. പിന്നെ അവര് പറഞ്ഞു കോൺഗ്രസ് മതേതര കക്ഷിയാണ്, ഫാസിസത്തെ നേരിടാൻ കോൺഗ്രസിന് മാത്രമേ പറ്റുള്ളൂ, കോൺഗ്രസ് ഇല്ലെങ്കിൽ മതേതര ശക്തികൾ പരാജയപ്പെടും, അപ്പൊ കോൺഗ്രസ് മതേതര ശക്തി അല്ലാന്ന് ഞങ്ങൾ പറയണം. അല്ലെങ്കിൽ ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞല്ലോ വോട്ട് ചെയ്യണ വ്യക്തികളല്ലേ, ആ വ്യക്തികൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാതിരിക്കണേ. ഞങ്ങളുടെ നിലപാട്, ഞങ്ങൾ അത്തരം കക്ഷികളുമായി ഞങ്ങൾ ഒരു ധാരണയില്ല. ഞങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങൾ തീവ്രവാദ സ്വഭാവമുള്ള ഒരു സംഘടനകളുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും ഞങ്ങൾ നടത്തില്ല. അതിനേക്കാൾ ക്ലാരിറ്റി എന്റെ വേണ്ടത്. കൃത്യമായ വിശദീകരണം നൽകിക്കഴിഞ്ഞു എന്നാണ് VD സതീശൻ പറയുന്നത്. എന്നാൽ SDPIയുമായുള്ള ബന്ധം വിശദീകരിക്കുവാനും സഹകരണം വിശദീകരിക്കുവാനും കോൺഗ്രസിന് വലിയ വെല്ലുവിളി ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുതന്നെയാണ് ഇപ്പോൾ ആയുധമാക്കുന്നത് BJPയും CPMും. കൂടുതൽ വിവരങ്ങൾ നൽകാൻ VV അരുൺ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വളരെ പെട്ടെന്ന് ഒരു വിഷയം കൂടി വന്നിരിക്കുകയാണല്ലോ. SDPI UDFിന് പിന്തുണ വാഗ്ദാനം ചെയ്തത്. ഇത് തള്ളണോ കൊള്ളണോ എന്നറിയാതെ വിഷമിക്കുകയാണല്ലോ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം. അതിന് യാതൊരു സംശയവുമില്ലല്ലോ. സതീശന്റെ വാക്കുകളിലും അതാണല്ലോ പ്രതിഫലിക്കുന്നത്. ഈ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായി ബന്ധം ഇല്ല എന്ന് പറയുമ്പോഴും PFI നിരോധിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ SDPIയുടെ പിന്തുണ വന്നിരിക്കുന്നത് എന്നത് ഈ വിശദീകരണം കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാക്കി മാറ്റുകയില്ലേ?
തീർച്ചയായും കോൺഗ്രസിനെ തള്ളാനും കൊള്ളാനും കഴിയാത്ത ഒരു പിന്തുണയായി മാറുകയാണ് SDPIയുടെ പിന്തുണ. കാരണം നേരത്തെയൊക്കെ ഇടതുമുന്നണി BJPയും ഒക്കെ ആരോപിക്കുന്നത് കോൺഗ്രസും SDPയുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ പോലും SDPI പിന്തുണയോടുകൂടി കോൺഗ്രസ് ഭരിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്തരം ഒരു പിന്തുണ വരുന്നത് കോൺഗ്രസിനെ ഗുണം ചെയ്യുമോ അതിനേക്കാളേറെ ദോഷം ചെയ്യുമോ എന്ന ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുമുണ്ട്. അതുകൊണ്ടാണ് VD സതീശൻ ഉൾപ്പെടെ നേതാക്കൾ ആ പിന്തുണ വേണ്ടെന്ന് പറയാനും എന്നാൽ വേണമെന്ന് പറയാനും തയ്യാറാകാത്തത്. വേണ്ടെന്ന് പറയാൻ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കാലമാണ്, പലരും പിന്തുണ നൽകും. അത്തരത്തിലുള്ള പിന്തുണ എല്ലാ വോട്ടുകളും വിജയത്തിന് സഹായമായി മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം അത് വേണ്ട എന്ന് തുറന്നു പറയാത്ത. പക്ഷേ ആ കോൺഗ്രസിൻ്റെ ആ ഒരു അഴകുഴമ്പൻ സമീപനം സ്വാഭാവികമായും എതിർകക്ഷികൾ ഇടതുമുന്നണിയാകട്ടെ BJP ആകട്ടെ, BJPയുടെ നേതാക്കളൊക്കെ രൂക്ഷ വിമർശനമാണ് ആ വിഷയത്തിൽ ഉന്നയിക്കുന്നത്. MP രാജേഷ് കാര്യമായി പ്രതികരിച്ചില്ലെങ്കിലും മറ്റു CPI നേതാക്കളൊക്കെ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ വരും ദിവസങ്ങളിൽ രംഗത്ത് വരുമെന്ന് ഉറപ്പാണ്. നേരത്തെ ചിലപ്പോഴൊക്കെ ഇടതുമുന്നണി ഇത്തരം തീവ്ര സ്വഭാവമുള്ള സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന പരസ്യ നിലപാട് എടുത്തവരാണ്. അവർ എങ്ങനെ ഈ വിഷയത്തിൽ കൂടുതൽ നേതാക്കൾ MP ഗോവിന്ദൻ അടക്കമുള്ള പ്രതികരണം വരാനുണ്ട്. മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിക്കുന്നുണ്ട്. അവിടെ അദ്ദേഹം നിലപാട് സ്വീകരിക്കുമെന്ന് വളരെ പ്രസക്തമാണ്. ഏതായാലും ഒരു പുതിയ വിഷയം കൂടി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മഞ്ജു സൂചിപ്പിച്ച പോലെ ഉയർന്നു വരികയാണ്. അവിടെ കോൺഗ്രസിനെയാണത് ഈ ഘട്ടത്തിൽ പ്രതിരോധത്തിലാക്കുന്നത്. എങ്ങനെ ഈ ഒരു പ്രതിസന്ധി കോൺഗ്രസ് തരണം ചെയ്യുമെന്ന് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. എങ്കിലും SDPIയുടെ വോട്ട് വേണ്ട എന്ന തുറന്ന നിലപാടെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും SDPIയുടെ വോട്ട് വേണ്ട എന്ന് കോൺഗ്രസിന്റെ ഒരു നേതാവും ഇതുവരെ പറഞ്ഞിട്ടില്ല. അവർ സ്വന്തം നിലയ്ക്ക് പിന്തുണ നൽകുന്നതാണ്, സ്വന്തം ഇഷ്ടത്തിന് വോട്ട് ചെയ്യുന്നതാണ് തുടങ്ങിയ ന്യായീകരണങ്ങളാണ് ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ച് VD സതീശൻ നൽകുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ നടപടി കടുപ്പിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന കാര്യം വ്യക്തമാണ്. കൂടുതൽ CPM നേതാക്കളെ ചോദ്യം ചെയ്യുവാനുള്ള നീക്കവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നുണ്ട്. CPMന് 5 രഹസ്യ അക്കൗണ്ടുകൾ കരുവന്നൂർ ബാങ്കിൽ ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു കണ്ടെത്തൽ, അതിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ചോദ്യം ചെയ്യലാകും വരും ദിവസങ്ങളിൽ നടക്കുക. നേരത്തെ ചോദ്യം ചെയ്ത പലരെയും ഇനിയും ചോദ്യം ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. അതിന് മുന്നോടിയായാണ് തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന് ED നോട്ടീസ് നൽകിയത്. ED നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്ന കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല പാർട്ടിയുടെ തൃശൂർ ജില്ലാ സെക്രട്ടറിയായ MM വർഗീസ്. ഇതുവരെ നോട്ടീസ് കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ നാളെ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് CPM ജില്ലാ സെക്രട്ടറിയോട് എന്ന കാര്യം ഇന്നലെ തന്നെ വാർത്തയായിട്ട് വന്നതാണ്. പക്ഷേ നാളെ സൗകര്യമില്ല എന്നുള്ള കാര്യം MM വർഗീസ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നോട്ടീസ് കിട്ടിയിട്ടില്ല എന്നുമാണ് വർഗീസിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക്. നോട്ടീസ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അറിയില്ല, ഇനിയിപ്പോൾ ഇവിടെ വന്ന് കിടക്കണ്ടോന്ന് എനിക്കറിയില്ല. നോട്ടീസ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ നാളെ ഇപ്പോൾ നോമിനേഷൻ്റെ കാര്യങ്ങളുണ്ട്. സുനിൽ നാളെയാണ് നോമിനേഷൻ കൊടുക്കുന്നത്. അപ്പുറത്ത് ആലത്തൂർ രാധാകൃഷ്ണൻ നാളെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് പറഞ്ഞിട്ട് പാർട്ടി ലീഡർഷിപ്പായിട്ട് ആലോചിച്ച് സംസ്ഥാന നേതൃത്വവും ആയിട്ട് ആലോചിച്ചിട്ട് എങ്ങനെയാണുള്ള ബുധനാഴ്ച നാളെ മറ്റേ ഇൻറ്റിമേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. രേഖാമൂലമുള്ളത് കിട്ടിയിട്ടില്ല. അതിപ്പോൾ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. എന്താണെന്നറിയില്ല. ഈ പത്രങ്ങളിൽ കാണുന്ന രഹസ്യ അക്കൗണ്ട് എന്ത് രഹസ്യ അക്കൗണ്ടെന്ന് എനിക്കറിയില്ല. രഹസ്യമായ ഒരു അക്കൗണ്ടും ഇല്ല. നമുക്ക് സഹകരിച്ചിട്ടുണ്ട്. സഹകരിക്കാതിരിക്കുന്ന പ്രശ്നമൊന്നുമില്ല. അത് മുന്നേ നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. രാഷ്ട്രീയ അജണ്ട ഉണ്ടല്ലോ. അതിപ്പോ അതല്ലേ രാഷ്ട്രീയമായിട്ട് വളരെ ബോധപൂർവമായിട്ടുള്ള നീക്കം തന്നെയാണല്ലോ. അത് വ്യക്തമാണല്ലോ, കാര്യങ്ങൾ വ്യക്തമാണല്ലോ. നേരത്തെ ചോദ്യം ചെയ്ത MK കണ്ണനും ഈ വിഷയത്തിൽ പ്രതികരണം നൽകുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. എനിക്ക് നോട്ടീസൊന്നും കിട്ടിയിട്ടില്ല. എനിക്കൊരു നോട്ടീസും കിട്ടിയിട്ടില്ല. അത് പോണോ പോണ്ടെന്ന് അന്നേരം ഞാൻ വേണ്ടപ്പെട്ടവരായിട്ട് ആലോചിച്ച് തീരുമാനിക്കും. ഞാൻ ഒറ്റയാനല്ലോ. കിട്ടിയാൽ അന്നേരം ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ ആയിട്ട് ആലോചിച്ച് തീരുമാനിക്കും. അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇതും. രാഷ്ട്രീയമാണ്. എന്റെ നിലയിലാണ് ചോദ്യം ചെയ്തു. എന്റെ എല്ലാ രേഖകളും കടലാസുകളും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനെന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്ന് അവരെന്നോട് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടുമില്ല. നോട്ടീസ് തന്നെ രാഷ്ട്രീയമുണ്ട്, വേറെ ഒന്നും ഇതിന്റെ പിന്നിലില്ല. രാഷ്ട്രീയമാണല്ലോ. അങ്ങനെ രാഷ്ട്രീയമായിട്ട് നമുക്ക് നോക്കാം. മെമ്പർ അല്ലാത്ത ആൾക്ക് അവിടെ ലോൺ കൊടുക്കാൻ പറ്റുമോ? അക്കൗണ്ട് തുടങ്ങാൻ പറ്റുമോ? ഒരാൾക്ക് അക്കൗണ്ട് ബാങ്കിൽ തുടങ്ങണേ 5 അക്കൗണ്ട് CPMന്റെ. അത് പൈസ മുഴുവൻ ബ്ലാക്ക് മണിയാണ്. 5 അക്കൗണ്ട്.
തൃശ്ശൂർ ജില്ലയിലെ എല്ലാ ബാങ്കിലും കൂടി CPM 25 അക്കൗണ്ട് ഉണ്ട്. അപ്പൊ ഈ സംസ്ഥാനത്ത് എത്ര വ്യാജ അക്കൗണ്ട് CPM കാണും? കേരള എല്ലാ ബാങ്കിലും കൂടിയിട്ട് 5 അക്കൗണ്ടാണ്. അവർ നിഷേധിക്കട്ടെ. CPM സ്റ്റേറ്റ് കമ്മിറ്റിയോ CPM ജില്ലാ കമ്മിറ്റിയോ നിഷേധിക്കട്ടെ, ഞങ്ങൾക്ക് അങ്ങനെ അക്കൗണ്ട് ഇല്ല. കരുവന്നൂർ ബാങ്കിലെ CPMന്റെ അക്കൗണ്ടുകളെക്കുറിച്ചുള്ള അന്വേഷണമാണ് ED ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് തൃശൂർ ജില്ലാ സെക്രട്ടറിയായ MM വർഗീസിന് ED നോട്ടീസും നൽകിയിരിക്കുന്നത്. ഡാനി ഇപ്പോൾ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ഡാനി, പക്ഷേ നോട്ടീസ് കിട്ടിയിട്ടില്ല എന്ന് ജില്ലാ സെക്രട്ടറി പറയുന്നു. MK കണ്ണനും പറയുന്നു തനിക്കും നോട്ടീസ് കിട്ടിയിട്ടില്ല എന്ന്. EDയുടെ അന്വേഷണവുമായിട്ട് സഹകരിക്കേണ്ട എന്നുള്ള നിലപാടുണ്ടോ ഇപ്പോൾ CPM നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് കഴിയും വരെയെങ്കിലും? മഞ്ജുഷ, ഏതാണ്ട് അത് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കഴിയും വരെയെങ്കിലും ഈ ഒരു EDയുടെ മുന്നിലേക്ക് ചെല്ലേണ്ടതില്ല, അല്ലെങ്കിൽ EDയുടെ ഇത്തരം ഒരു അറിയിപ്പുകൾക്ക് മുന്നിലേക്ക് എത്തിപ്പെടേണ്ടതില്ല എന്ന രീതിയിൽ തന്നെയാണ് പൊതുവിൽ തീരുമാനമെടുത്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ ED നോട്ടീസ് അയക്കുമ്പോൾ അതിന് ചില ഒഴിവുകൾ നൽകാറുണ്ട്. കാരണം ആ ദിവസങ്ങളിൽ ഹാജരാകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും പല തിരക്കുകൾ മൂലം ഇവർക്കെല്ലാം തന്നെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഒഴിവുകൾ നേടിയിട്ടുമുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ നോട്ടീസിന്റെ മറുപടിയും ഏതാണ്ട് ഇതേ രീതിയിലായിരിക്കുമെന്ന് ഇവരുടെ എല്ലാം തന്നെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ടതിൽ നാളെ തിരക്കുകളുണ്ട്. നോമിനേഷൻ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട മറ്റ് സ്ഥാനാർത്ഥികൾക്കൊപ്പം നിൽക്കേണ്ടവരാണ്. അപ്പോൾ അത്ര പല കാര്യങ്ങളും അവർ തന്നെ പറയുന്നുണ്ട്. ഔദ്യോഗികമായ ഒരു അറിയിപ്പ് തങ്ങളുടെ കയ്യിലേക്ക് നേരിട്ട് ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ഓഫീസിലുണ്ടാകാമെന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നോട്ടീസ് ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ എന്നല്ല, നിലവിൽ EDയുടെ അന്വേഷണത്തിന് ചോദ്യങ്ങൾക്ക് മുന്നിലേക്ക് ഈ ഒരു അവസരത്തിൽ, ഈ ഒരു പ്രത്യേക സമയമാണിത്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ നിൽക്കുന്ന സമയമാണ്. ഈ ഒരു സമയത്തേക്ക് ഉടനെ അവിടേക്ക് എത്തേണ്ടതില്ല എന്ന രീതിയിൽ തന്നെ ഒരുപക്ഷെ നിയമോപദേശമോ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നുള്ള നിർദ്ദേശമോ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ നാളെ ഹാജരാകുമോ എന്ന കാര്യത്തിൽ വലിയ ചോദ്യമായിട്ട് തന്നെ അവശേഷിക്കുന്നു. ഒരുപക്ഷെ ഈ രീതിയിൽ തിരക്കുകൾ ചൂണ്ടിക്കാട്ടി അതിൽ നിന്ന് മാറി നിൽക്കാൻ തന്നെയാണ് പൂർണ്ണ സാധ്യത. എന്തായാലും ഈ വിഷയത്തിൽ CPM വലിയൊരു പ്രതിരോധത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് തന്നെയാണ് ഇത് വലിയ വിവാദങ്ങളിലേക്ക് നീങ്ങുന്നത്. പക്ഷേ മറ്റു രാഷ്ട്രീയ പ്രതികരണങ്ങളെല്ലാം തന്നെ ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്ന രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കുന്ന എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഉയരുന്ന ചോദ്യങ്ങൾ വളരെ കനപ്പെട്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ 5 അക്കൗണ്ടുകൾ സംബന്ധിച്ച, അതോടൊപ്പം തന്നെ 100 കോടിയിൽ പരം രൂപ ജില്ലയിൽ തൃശ്ശൂരാകെയായിട്ട് 25ഓളം അക്കൗണ്ടുകൾ ഹോൾഡ് ചെയ്യുന്നു. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഇടപാടുകൾ, പണത്തിന്റെ ഒരു വ്യാപ്തി, അതുമാത്രമല്ല അക്കൗണ്ടുകൾക്ക് അവിടെ മെമ്പർഷിപ്പ് ഇല്ലാത്തവർക്ക് പോലും പണം നൽകുന്ന, വായ്പ നൽകുന്ന രീതി, ഇതെല്ലാത്തിനും ഉത്തരം പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ്. എന്തായാലും അധികകാലം അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. കരുവന്നൂർ മാത്രമല്ല, സമാനമായ രീതിയിൽ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്നാണ് EDയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. പലയിടങ്ങളിലേക്കും ഈ അന്വേഷണവും അതോടൊപ്പം തന്നെ പരിശോധനയും എല്ലാം തന്നെ നീളുന്നു. ഇപ്പോൾ നോട്ടീസ് വന്നിട്ടുള്ള MM വർഗീസിനുൾപ്പെടെ വീണ്ടും മറ്റു പലരിലേക്കും തന്നെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളെല്ലാം തന്നെ വളരെ കൂടുതലാണ്. ശരി ഡാനി, എന്തായാലും ED അന്വേഷണം മുന്നോട്ട് തന്നെ പോകുന്നു എന്ന വിവരമാണ് ഇപ്പോൾ കിട്ടുന്നത്. MM വർഗീസിന് നോട്ടീസ് നൽകിയതും അതുപ്രകാരമാണ്. പക്ഷേ നോട്ടീസ് കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. രാഷ്ട്രീയമായുള്ള നീക്കമാണെന്നാണ് CPMന്റെ ഇപ്പോഴത്തെ നിലപാട്. തൃശൂർ മണ്ഡലത്തിലാണ് ഈ വിഷയം ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത്. പക്ഷേ ഒരു ഡീലിന്റെ ഭാഗമാണ് EDയുടെ അന്വേഷണം എന്ന കാര്യം ആവർത്തിക്കുകയാണ് UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. CPMും BJPയും തമ്മിൽ ഇതിനു മുൻപും ഇത്തരം ഡീലുകൾ നടന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ചൊന്നും കാണേണ്ടതില്ല എന്നുമാണ് K മുരളീധരന്റെ നിലപാട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അതായത് ഡീലിന്റെ ഭാഗമാണ്. ഈ ഡീല് വിജയിച്ചു എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഡീല് ഇവിടുന്ന് ഒരാളെ BJPയിൽ ഒരാളെ ഡൽഹിക്ക് അയക്കുക, പകരം തൃശ്ശൂരും തിരുവനന്തപുരമാണ് അവരുടെ ലിസ്റ്റിലുള്ളത്, ബാക്കി എല്ലായിടത്തും ഇടതുപക്ഷത്തിനെ സഹായിക്കുക. അതാണ് ഡീല്. അത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ നോക്കിക്കോളൂ. ഈ ഭാഗത്തൊക്കെ സജീവമായിട്ടുള്ള ചില നിഷ്ക്രിയരാവും, ചില സൈലന്റ് ആവും. അപ്പോൾ ഉറപ്പിക്കുക, ഡീൽ ഉറച്ചു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് വിഷയം തുടക്കം മുതൽ തന്നെ ഉന്നയിച്ചു വന്നിരുന്ന സുരേഷ് ഗോപി K മുരളീധരന് മറുപടി നൽകി. ഡീലല്ല എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിക്കുകയാണ്. ഡീലാണ് എന്ന് പറയുന്നവർ EDക്ക് മുന്നിൽ പോയി സത്യാഗ്രഹം ഇരിക്കട്ടെ എന്നാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. നിക്ഷേപകർക്ക് പണം തിരികെ കിട്ടും വരെ പോരാട്ടം തുടരുമെന്നും സുരേഷ് ഗോപി പറയുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി EDയുടെ മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കാൻ പറ. എൻ്റെ മുന്നിൽ മുരളിച്ചേട്ടനുമില്ല,
കർഷകനുമില്ല. എൻ്റെ മുന്നിൽ സമ്മതിദായകരേ ഉള്ളൂ, ജനങ്ങളേ ഉള്ളൂ, അവരുടെ തൃശ്ശൂരും. അത്രയേ ഉള്ളൂ എൻ്റെ മുന്നിൽ. സഹകരണ പ്രസ്ഥാനങ്ങളിലെ അധമം അത് തൂക്കിലേറ്റണം. ഒരു എക്കണോമിക് ഫാസിസമുണ്ട്, ആ ഫാസിസം തകർക്കണം, തോൽപ്പിക്കണം. കരുവന്നൂർ ബാങ്ക് വിഷയം വീണ്ടും തൃശൂർ മണ്ഡലത്തിൽ സജീവ ചർച്ചാ വിഷയമായി മാറുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുകയാണ്. വ്യാഴാഴ്ച വരെയാണ് പത്രികകൾ സമർപ്പിക്കാൻ ഉള്ളത്. ഇന്ന് കൂടുതൽ സ്ഥാനാർത്ഥികൾ പത്രികകൾ നൽകി. വി അരുണിന്റെ റിപ്പോർട്ടിലേക്ക്. 2 ദിവസം കൂടിയാണ് സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ളത്. 4-ാം തീയതി വൈകിട്ട് 3 വരെ പത്രിക സമർപ്പിക്കാം. ഇന്ന് പ്രധാനപ്പെട്ട മുന്നണി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തിരുവനന്തപുരം മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ കുടപ്പനക്കുന്ന് ജംഗ്ഷനിൽ നിന്ന് പ്രകടനമായി എത്തി. നൂറുകണക്കിന് പ്രവർത്തകർക്കും പ്രധാനപ്പെട്ട നേതാക്കൾക്കും 2 മന്ത്രിമാർ വി ശിവൻകുട്ടിയും GR അനിലും അടക്കമുള്ള മന്ത്രിമാരും നേതാക്കൾക്കുമൊപ്പം പ്രകടനമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. വരണാധികാരിയായ ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് മുമ്പാകെയാണ് പന്നിൻ രവീന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. വലിയ വിജയപ്രതീക്ഷ, ശുഭപ്രതീക്ഷയാണ് ഈ ഘട്ടത്തിലുള്ളതെന്ന് പന്നിൻ രവീന്ദ്രൻ പ്രതികരിച്ചു. നമ്മളൊന്നും മുൻകൂട്ടി തീരുമാനിക്കാതെ ആളുകൾ വന്നിട്ടുണ്ട്. നല്ല അനുഭവം തുടർന്നു. വിജയപ്രതീക്ഷ ഈ ഘട്ടത്തിൽ എത്രത്തോളം? കാരണം 2025 ബൈ ഇലക്ഷനിലെ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ. അന്ന് 74,000 ആണെങ്കിൽ ഇന്ന് 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി CPMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനും ഇന്ന് പത്രിക സമർപ്പിച്ച പ്രമുഖരിൽപ്പെടുന്നു. ചാലക്കുടിയിലെ NDA സ്ഥാനാർത്ഥി K ഉണ്ണികൃഷ്ണനും പത്രിക സമർപ്പിച്ചു. ഇടുക്കിയിലെ NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥനും ഇന്ന് പത്രിക സമർപ്പിക്കും. നാളെയും മറ്റന്നാളും കൊണ്ട് എല്ലാ സ്ഥാനാർത്ഥികളും പത്രികാ സമർപ്പണം പൂർത്തിയാക്കും. നാളെയും വലിയ തിരക്കുള്ള ദിവസമാകും പത്രികാ സമർപ്പണത്തിന്. പ്രധാനപ്പെട്ട മുന്നണി സ്ഥാനാർത്ഥികൾ പലരും നാളെയാണ് പത്രിക സമർപ്പിക്കുക. 5-ാം തീയതി നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. 8-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. അന്നുകൊണ്ട് ഈ അപര സ്ഥാനാർത്ഥികൾ അതുപോലെ തന്നെ വിമത ശല്യം ഇതുവരെയും ഒരിടവും കാര്യമായ മുന്നണികൾക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ട അത്തരം സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ പിൻവലിക്കാനുള്ള സമയമാകും ഈ 8-ാം തീയതി വരെയുള്ളത്. 8-ാം തീയതിയോടുകൂടി സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി ചിത്രം പൂർണ്ണമാകും. ശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് പല മണ്ഡലങ്ങളിലും കളമൊരുങ്ങുന്നത്. മിക്കയിടത്തും ശക്തമായ ത്രികോണ പോരാട്ടമുണ്ടാകും. തിരുവനന്തപുരം ഉൾപ്പെട്ട മണ്ഡലങ്ങളിൽ മുന്നണി സ്ഥാനാർത്ഥികൾ സജീവമായി തന്നെ പ്രചരണ രംഗത്താണ്. ഓരോ തന്ത്രങ്ങൾ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടും മണ്ഡല പര്യടനങ്ങളിലൂടെയും ഡിജിറ്റൽ മാർഗങ്ങളിലൂടെയും ഒക്കെ തങ്ങളുടെ സന്ദേശം, തങ്ങളുടെ വാഗ്ദാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. ശക്തമായ ചൂടിനെ അവഗണിച്ചും സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് ചൂട് കൂടുതൽ ശക്തമാവുകയാണ്. എറണാകുളം മണ്ഡലത്തിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. ഹൈബി ഈഡനും KJ ഷൈനും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടം നടക്കുന്ന എറണാകുളം മണ്ഡലത്തിൽ വികസന നേട്ടങ്ങളാണ് ഹൈബി ഈഡൻ ആയുധമാക്കുന്നത്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ ന്യൂസ് 18 തലസമയം ചേരുകയാണ്. ഹൈബി, നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് അതിന്റെ വലിയൊരു ദിവസങ്ങൾ ഉള്ള ഒരു പ്രചാരണ ദിവസങ്ങളല്ലേ? ചൂട്, വല്ലാത്ത പ്രശ്നങ്ങൾ ഓടിയെത്തുന്നുണ്ട് എല്ലായിടത്തും. നമ്മൾ സാധാരണ പ്ലാൻ ചെയ്യുന്ന ഒരു സമയത്ത് ഓടിയെത്തുന്നില്ല. കാരണം ഇപ്പൊ രാവിലെ 6:30 മണിക്ക് തുടങ്ങിയാലും ഫസ്റ്റ് പ്രചരണം ആരംഭിച്ചാലും നമ്മളൊരു ഉച്ചയ്ക്ക് ഒരു 3 മണ്ഡലങ്ങൾ തീർക്കാമെന്ന് വിചാരിച്ചാൽ അതിൽ ചിലപ്പോൾ ഒരെണ്ണം ഒഴിവാക്കി പോകേണ്ടി വരും. അപ്പം അങ്ങനെ തീർക്കാത്ത സ്ഥലങ്ങളാണ് ഇപ്പോൾ കുന്നുകര എന്ന് പറയുന്ന സ്ഥലം ഞങ്ങൾ വിട്ടുപോയതാണ്. അപ്പോൾ പരമാവധി ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ജനങ്ങൾ അവരുടെ ആശങ്കകൾ പ്രകടിപ്പിക്കും, സൗഹൃദ സംഭാഷണങ്ങൾ നടത്തും. അപ്പം നമ്മൾ ബേസിക്കലി ഇപ്പോൾ ഇത് പാർലമെന്റ് ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഡോർ ടു ഡോർ ക്യാമ്പയിൻ പോസിബിൾ അല്ല. എങ്കിലും സംഘടനകളുടെ മീറ്റിങ്ങുകൾ, പരമാവധി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, തൊഴിലാളികൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, തൊഴിലിടങ്ങളിൽ ചെല്ലുക, ആരാധനാലയങ്ങളിൽ ചെല്ലുക. അവിടെ ഏറ്റൊരു മെസ്സേജിങ്ങും കൂടിയാണ്. അവിടെ ചെന്ന് അവരെയൊക്കെ നേരിട്ട് കണ്ട് നമ്മുടെ വോട്ട് അഭ്യർത്ഥിക്കുക, സഹായം, പ്രാർത്ഥന അഭ്യർത്ഥിക്കുക. ആ പ്രോസസ്സാണ് ഇപ്പോഴും നടക്കുന്നത്. 6-ാം തീയതിയാണ് ഓപ്പൺ വാഹനത്തിൽ പര്യടനം ആരംഭിക്കുന്നത്. 4-ാം തീയതിയാണ് നോമിനേഷൻ. 5-ാം തീയതി അതിന്റെ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനമുണ്ട്. അപ്പോൾ ഒരുവിധം മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം
ഓടിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഇടയ്ക്ക് ചോദിക്കാം, ഈസ്റ്റർ ഒക്കെ ആയിരുന്നല്ലോ, ഈസ്റ്റർ ഒക്കെ ആഘോഷിക്കാൻ പറ്റിയോ ഇതിനിടയിൽ? ഈസ്റ്റർ ആഘോഷിക്കാൻ പറ്റിയില്ലെങ്കിലും ഈസ്റ്റർ ദിവസം ഹോളി വീക്ക്, പെസഹ, വ്യാഴം, ദുഃഖ, വെള്ളി സമയത്ത് കുറച്ച് ഒരാശ്വാസം ക്യാമ്പയിനിൽ നിന്ന്. അപ്പോഴും പള്ളികളിൽ ആളുകളെ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു ക്യാമ്പയിൻ സ്ട്രെസ് ഉണ്ടായിരുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ആ സമയത്ത് സ്ക്വാഡ് പ്രവർത്തനങ്ങളോ മറ്റോ ഒന്നും തീരുമാനിച്ചിട്ടുണ്ടായില്ല. അത് ഒഴിവാക്കിയിട്ടാണ് മുന്നോട്ട് പോയത്. അപ്പം അത് അങ്ങനെ കണ്ണിലൊക്കെ ഒരു ഉറക്കത്തിന്റെ ക്ഷീണമുണ്ട്, കണ്ണൊക്കെ കറുത്ത്. ക്ഷീണം നന്നായിട്ടുണ്ട്. കാരണം നമ്മൾ ഉറങ്ങുന്നത് ഇപ്പോ ഒരു സമയമില്ലല്ലോ. ഞാൻ സാധാരണ ഒരു ലേറ്റ് സ്ലീപ്പറാണ്. ഒരു സാധാരണ ഒരു മണിയൊക്കെ ആവും സാധാരണ ഒരു ദിവസം കിടക്കുമ്പോ. ഇപ്പൊ അത് കൂടാതെ ഇപ്പൊ ഉറങ്ങാൻ നല്ല ഉത്സാഹമാണ്. കാരണം ടയേർഡ് ആയതുകൊണ്ട് ഉറങ്ങിപ്പോവും. പക്ഷെ രാവിലെ നമ്മള് വളരെ നേരത്തെ ഒരു 5 മണി സമയത്തെങ്കിലും എഴുന്നേക്കണം. നമ്മള് ഡെസ്റ്റിനേഷനിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ. ഇപ്പൊ ഞാൻ 7 മണിക്ക് ഇന്ന് കുന്നുകരയിൽ എത്തേണ്ടതാണ്. അപ്പൊ സാധാരണ ഒരു 5:30 എഴുന്നേറ്റാല് പിന്നെ രാവിലെ വീട്ടിൽ കുറച്ച് ആളുകൾ കാണാനുണ്ടാവും. അവരെയും കണ്ടു കഴിഞ്ഞിട്ടാ പോകുന്നു. ഞാനിന്ന് നമ്മുടെ മോർണിംഗ് ഷോയിൽ ഈ എറണാകുളത്തെ വോട്ടർമാരോടൊക്കെ സംസാരിച്ചു. അപ്പോൾ മോർണിംഗ് ഷോയിൽ എല്ലാവരും നിലവിലെ MP യെ പറ്റി പറയുന്നത് എപ്പോഴും ഹൈബി എന്ന് വിളിച്ചാൽ ഓടിയെത്തുന്ന MP, ചുറുചുറുക്കുള്ള MP, യൂത്ത്നെസ്, എനർജി, പ്രോക്സിമിറ്റി, ഈ 3 കാര്യങ്ങളാണ് അവർ പ്രധാനമായും പറഞ്ഞത്. ഈ ഹൈബിയുടെ ഒരു എനർജിയുടെ ഒരു എന്താ പറയാ ഒരു സ്രോതസ് എന്താണ്? ഞാൻ 2011 ആദ്യമായി MLA ആയതാണ്. അതിനു മുമ്പ് ഞാൻ NSUയുടെ നാഷണൽ പ്രസിഡന്റ് ആയിരുന്നു, KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. അപ്പം ഞാൻ ട്രാവൽ ചെയ്യാൻ പറ്റുന്നിടത്തോളം ട്രാവൽ ചെയ്തിട്ടുള്ള, ഇന്ത്യ മുഴുവൻ, കേരളം മുഴുവൻ വിദ്യാർത്ഥി രാഷ്ട്രീയമായിട്ട് ട്രാവൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ, പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള ഒരാൾ ആദ്യം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എൻ്റെ ഫാദറിൻ്റെ ഒരു ലെഗസി ഉണ്ട്. അപ്പം നമ്മൾ ആ ബാരിയർ ബ്രേക്ക് ചെയ്ത്, ഫാദറിന്റെ ലെഗസി എന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ കൂടി വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും രണ്ടാമത്തേത്. അപ്പൊ ഫസ്റ്റ് 5 ഇയേഴ്സ് ഞാൻ ഫുള്ളി മണ്ഡലത്തിൽ നിന്നു. സംഘടനാ ചുമതലകളൊന്നും ഏറ്റെടുത്തില്ല. അപ്പോൾ എൻ്റെ സഹപ്രവർത്തകരെല്ലാം ഇപ്പോഴും വലിയ പരാതിയിലും പരിഭവത്തിലാണ്. KSU യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ എല്ലാ സ്ഥലത്തും പരിപാടി വിളിക്കുന്നു. എല്ലാ ജില്ലയിൽ നിന്നും, മലബാറിൽ നിന്നൊക്കെ പ്രത്യേകിച്ച് എൻ്റെ ടീമിലുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഞാൻ പോകുന്നില്ല. എനിക്കൊരു പാഷനാണ് കോൺസ്റ്റിറ്റ്യുവൻസിയോട്. കോൺസ്റ്റിറ്റ്യുവൻസി നഴ്സ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പാഷനാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഏതെല്ലാം ദുരന്തങ്ങൾ ഉണ്ടാവുന്നു, ഏതെല്ലാം അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടാവുന്നു, അവിടെയൊക്കെ എനിക്ക് ആദ്യം ഓടിയെത്താൻ പറ്റാറുണ്ട്. അതൊരു ക്രൈസിസ് മാനേജ്മെന്റിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പിന്നെ ഞാൻ നഴ്സ് ചെയ്യുന്നത് എൻ്റെ ഒരു MLA ആയിട്ടിരുന്നുകൊണ്ടായിരിക്കും. അതുപോലെ ചെയ്യണം. MP ഒരിക്കലും അങ്ങനെ ഒരു കമ്പാരിസൺ MLA MP ആയിട്ട് നടത്താൻ പാടില്ല. പക്ഷെ എങ്കിലും ഞാൻ വളരെ പാഷനേറ്റ് ആണ് കോൺസ്റ്റിറ്റ്യുവൻസിയെ കുറിച്ച്. അതുകൊണ്ട് ഞാൻ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പരിപൂർണമായി ഇൻവോൾവ് ചെയ്യാനും പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാനും സമയം കൊടുക്കാനും ശ്രമിക്കുന്നത് കൊണ്ട് എൻ്റെ സഹപ്രവർത്തകരും പാർട്ടിയും എന്നോട് വലിയ അപ്സെറ്റാണ്. ഞാൻ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ളത് കൊണ്ടായിരുന്നു. ഈ എറണാകുളം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഇപ്പൊ അവർ പരാതിയായിട്ട് പറയുന്നവർ, ഇപ്പൊ ഞാൻ ആദ്യം ഈ പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ LDFന്റെ ഒരു ആരോപണങ്ങളിലേക്ക് പോകും. ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുന്നത് മാത്രമല്ല MP ഫണ്ടിലെ വികസനം എന്ന് സ്വാഭാവികമായിട്ടുള്ളൊരു വിമർശനമാണ് ഉന്നയിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് അക്കമിട്ട് പറയാമോ ഒരു 5 വികസന പ്രവർത്തനങ്ങൾ എന്ന് ചോദിച്ചാൽ ഹൈബിയുടെ മറുപടി എന്തായിരിക്കും? അല്ല, ആദ്യം ഹൈമാസ് ലൈറ്റിനുള്ള മറുപടി എന്ന് പറയുന്നത്, ഒരു പ്രദേശത്തെ ആളുകൾ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം സാമൂഹ്യ വിരുദ്ധർ വരരുത്, അല്ലെങ്കിൽ ജനങ്ങൾ കൂടുന്ന ഒരു സ്ഥലത്ത് ഒരു ഹൈമാസ് ലൈറ്റ് ആയിരിക്കും. അതിന് നമ്മൾ കുറച്ച് കാണേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചു എന്നുള്ളത് സമ്മതിച്ചല്ലോ. ഒന്നും, എറണാകുളം നഗരത്തിൽ പ്രജ്ഞരായിട്ടുള്ള ഒരുപാട് ആളുകൾ MP-മാരായിട്ടുണ്ട്. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust. കോഴിക്കോട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഒരു വിവാദമുണ്ടായിരിക്കുകയാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നുള്ള പരാതി വന്നിരിക്കുകയാണ്. LDFന്റെ സ്ഥാനാർത്ഥിയായ എളമരം കരീം കൂടി പങ്കെടുത്ത ഒരു ചടങ്ങിലാണ് ഇങ്ങനെയൊരു പെരുമാറ്റച്ചട്ട ലംഘനം നടന്നുവെന്ന പരാതി ഉയർന്നിരിക്കുന്നത്. കോഴിക്കോട്ടെ കായിക സംവാദ പരിപാടിയിലായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രസംഗം. ഇതാണ് ആ ദൃശ്യങ്ങൾ. മുഹമ്മദ് റിയാസിന്റെ പ്രസംഗം ചിത്രീകരിക്കുവാൻ ഇലക്ഷൻ കമ്മീഷന്റെ വീഡിയോഗ്രാഫറും ഉണ്ടായിരുന്നു. പക്ഷേ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ എളമരം കരീം ഇടപെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വീഡിയോഗ്രാഫറെ വിളിച്ചുകൊണ്ട് പോകുന്നതും
വ്യക്തമാണ്. കോഴിക്കോട്ട് ഒരു നല്ല രാജ്യാന്തര സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാൻ ഇടത് സർക്കാർ നിശ്ചയിച്ച വിവരം സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുന്നുവെന്നായിരുന്നു മന്ത്രിയുടെ പ്രസംഗം. പക്ഷേ ഈ പ്രസംഗം ചിത്രീകരിക്കുന്നതിനിടെയാണ് വീഡിയോഗ്രാഫറെ സ്ഥാനാർത്ഥിയും സഹപ്രവർത്തകരും കൂട്ടിക്കൊണ്ടുപോയത്. വേദിയിലുണ്ടായിരുന്ന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ തൊട്ടടുത്തുള്ള ഇടത് സ്ഥാനാർത്ഥി എളമരം കരീമിന് വീഡിയോഗ്രാഫറെ ചൂണ്ടിക്കാണിച്ച് കൊടുത്തതിനെ തുടർന്നാണ് അദ്ദേഹം എഴുന്നേറ്റ് വന്ന് വീഡിയോഗ്രാഫറെ ഗ്രീൻ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ഈ വിഷയത്തിൽ കോൺഗ്രസ് പരാതിയുമായി രംഗത്ത് വന്നു. ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഗ്രീൻ റൂമിലേക്ക് ഫോട്ടോഗ്രാഫറെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അത് എളമരം കരീം കൂടി ചേർന്നാണ് ഇങ്ങനെ ഗ്രീൻ റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വീഡിയോഗ്രാഫർക്ക് ഈ ദൃശ്യം ചിത്രീകരിക്കുവാൻ കഴിഞ്ഞില്ല. സർക്കാർ സ്പോർട്സ് മേഖലയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കൊപ്പം സഞ്ചരിക്കാനും ചിന്തിക്കാനും സാധിക്കുന്ന ഒരു MP ആണ് ആവശ്യം. ആ നിലയിൽ കോഴിക്കോടിന്റെ സ്പോർട്സ് വികാസത്തിന് സാധ്യമാകുന്ന പദ്ധതികൾ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങി നമുക്കിവിടെ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്രത്തിന്റെയും യോജിച്ച ഇടപെടൽ കൂടി ഉണ്ടാകുന്ന നിലയിലേക്ക് നമുക്കിതിനെ മാറ്റി തീർക്കണം. അതിന് നിങ്ങളെല്ലാവരുടെയും പിന്തുണ കൂടി ഈ വേളയിൽ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ജില്ലയുടെ പശ്ചാത്തല വികസന മേഖല എടുത്ത് പരിശോധിച്ചാൽ കോഴിക്കോട് ജില്ലയിൽ നേരത്തെ നമ്മളെടുത്ത് പരിശോധിക്കുന്ന ഘട്ടത്തിൽ വലിയ വലിയ ടൂർണമെന്റുകൾ നടത്തുമ്പോൾ അതിന് പറ്റിയ പശ്ചാത്തല വികസന സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള ചോദ്യം പൊതുവെ ഉയർന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ 7.5 വർഷക്കാലം കോഴിക്കോട്ടെ നഗരത്തിലെ റോഡുകളുടെ വികാസം എടുത്ത് പരിശോധിച്ചാൽ ആ റോഡുകളെ മികവുറ്റ റോഡുകളാക്കി മാറ്റാൻ സർക്കാരിന് സാധിച്ചു. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഒരു സമയത്താണ് പ്രഖ്യാപനങ്ങൾ നടത്തിയത്. റിയാസിന്റെ പ്രതികരണം അത് നേരത്തെ നിശ്ചയിച്ച കാര്യമല്ലേ. കോഴിക്കോട് ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ നേരത്തെ സ്പോർട്സ് വകുപ്പ് മന്ത്രി പറഞ്ഞതാണ്. അതിൻ്റെ ഭാഗമായി നിരവധി യോഗങ്ങളും നടന്നതാണ്. ഇന്നലെ ഇവിടെ സ്പോർട്സ് ഫ്രറ്റർണിറ്റി എന്നുള്ള നിലയിൽ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കോഴിക്കോട്ടെ വികസന കാര്യങ്ങളിലൊക്കെ ഉള്ള കാര്യങ്ങൾ വരുന്നു. സ്വാഭാവികമായിട്ടും ഈ കാര്യം അവിടെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാലോ, വീഡിയോയിൽ വ്യക്തമാണല്ലോ. ഇതൊരു പുതിയ കാര്യമല്ല, നേരത്തെ തന്നെയുള്ള കാര്യമാണ്. കോഴിക്കോടിനൊരു സന്തോഷകരമായ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, വീഡിയോയിലുണ്ടല്ലോ. അത് മാത്രമല്ല പറഞ്ഞത്, NH66 പ്രത്യേകിച്ച് സ്പോർട്സ് വികാസത്തിന് പശ്ചാത്തല വികസനം വേണമെന്നുള്ള അഭിപ്രായം ഉണ്ട് അവർക്ക്. അതിനെന്തൊക്കെയാണ് ആലോചിക്കുന്നുള്ളപ്പോൾ അതും പറഞ്ഞു. NH66 കോഴിക്കോട് ജില്ലയിൽ ഇന്ന ടൈമിൽ പൂർത്തീകരിക്കും. അതുപോലെ 1300 കോടി രൂപ കോഴിക്കോട് നഗരത്തിലെ പ്രധാന റോഡുകൾക്ക് നൽകാൻ തീരുമാനിച്ചു. ചെയ്ത കാര്യങ്ങൾ പറയുന്നതിൽ എന്താ തെറ്റ്? അതിലെല്ലാവരും സന്തോഷിക്കല്ലേ ചെയ്യേണ്ടത്? ഇതിനൊക്കെ എല്ലാവരും ഒന്നിക്കുകയാണ് ചെയ്യേണ്ടത്. അവിടെ എല്ലാവരുടെ അടുത്തും ക്യാമറയും മൊബൈലും ഒക്കെ ഉള്ളത്. ഇതിലെന്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് പറയണ്ടെന്ന് അറിയുന്നവരല്ലേ നമ്മളൊക്കെ. പെരുമാറ്റച്ചട്ടമൊക്കെ പാലിച്ചു പോകുന്നവരല്ലേ. അപ്പോൾ മന്ത്രിയായതിനു ശേഷം നിരവധി ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ട് നമ്മളൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ പോയതല്ലേ. പെരുമാറ്റച്ചട്ടം എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ ധാരണ ഉള്ളവരല്ലേ. ഞാൻ അതിന് മുമ്പെടുത്താലും ഇപ്പോൾ കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡല സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്, ബൂത്ത് സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഇതൊക്കെ പെരുമാറ്റച്ചട്ടവും കാര്യങ്ങളൊക്കെ അറിയുന്നവരാണല്ലോ. പിന്നെ ഒരു വിവാദം ഉണ്ടാക്കുക, ഒരു കുഴപ്പമുണ്ടാക്കുക, LDF ആകെ മോശമെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക, അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. പക്ഷേ ഇക്കാര്യങ്ങൾ എവിടെയും ഞങ്ങൾക്ക് പറയാവുന്ന കാര്യങ്ങളാണ്. ഇനിയും പറയാലോ. പെൻഷൻ നൽകിയ പറയും, അതുപോലെ ലൈഫ് പദ്ധതി പറയും, അതുപോലെ റോഡുകൾ നന്നാക്കിയത് പറയും. NH66 25% ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി പണം നൽകിയത് കേരള സർക്കാരാണെന്നുള്ള പറയും. ഞങ്ങൾ ഞങ്ങൾ പറയണ്ടേ? അത് പറയുന്നതിന് ഭയപ്പെട്ടിട്ട് എന്താ കാര്യം? അപ്പോൾ ഒരു വികസനവും നടത്താത്തവർക്ക് ഒന്നും പറയാനുണ്ടാവില്ല. അതിനിപ്പോൾ ഞങ്ങളെ നേരെ കുതിര കയറിയിട്ട് കാര്യമില്ല. ഇതൊക്കെ ഞങ്ങൾ ഇനിയും പറയും. ഇതൊക്കെ ഞാൻ പൊതുയോഗത്തിലും പറയുന്നതാണ്. എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഈ കോഴിക്കോട് വടകര മണ്ഡലത്തിൽ കുടുംബയോഗങ്ങൾ, പൊതുയോഗങ്ങൾ, ഇതിലൊക്കെ പറയുന്ന കാര്യം തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. പുതുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണെന്ന് എനിക്കറിയില്ല. ഇതുവരെയും കിട്ടിയിട്ടില്ല. കിട്ടിയാൽ ഞാൻ മറുപടി കൃത്യമായിട്ട് ഇത് വെച്ചുകൊണ്ട് മറുപടി കൊടുക്കാം. കോൺഗ്രസ് ഇപ്പോ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിനെ രാഷ്ട്രീയമായി അല്ല, ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് പരാതി നൽകിയോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ ചെയ്ത കാര്യങ്ങൾ പറയും. പുതിയൊരു പ്രഖ്യാപനം എന്തെങ്കിലും ആണെങ്കിൽ
അത് മനസ്സിലാക്കുക. നേരത്തെ നടപ്പിലാക്കി അതിൻ്റെ ഭാഗമായി കുറേയേറെ നീക്കങ്ങൾ നടത്തിയ വിഷയങ്ങൾ ഇനിയും പറയും. ഈ പരിപാടിൻ്റെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച ബാനർ ഇലക്ഷൻ കമ്മീഷൻ്റെ ആൾക്കാർ വന്ന് മാറ്റിയെന്നും അതിനുശേഷമാണ് നളന്തയിലേക്ക് പരിപാടി വെച്ച് ആദ്യം ഇൻഡോർ സ്റ്റേഡിയം. അല്ല, ഞാനതൊന്നും അറിയില്ല. ഞാനിപ്പോൾ അവിടെ പരിപാടിയിൽ വന്നു, പറയേണ്ട കാര്യങ്ങൾ അത് ഞാൻ പങ്കെടുക്കുമ്പോൾ പിന്നെ എൻ്റെ ചിത്രം വെക്കുമല്ലോ ഒന്ന്. ഞാൻ പങ്കെടുക്കുമ്പോൾ പിന്നെ അതായത് ചിത്രമോ പേരോ ഉണ്ടാവും, എനിക്കറിയില്ല. അതെനിക്കറിയില്ല, അതിനെക്കുറിച്ച് മറ്റെന്തെങ്കിലും കാര്യങ്ങളൊന്നും അറിയില്ല. അവിടെ ഒരു സ്പോർട്സ് ഫ്രറ്റർണിറ്റി എന്ന പേരിലാണ് അവർ നടത്തിയിട്ടുള്ളത്. അവിടെ ഒരു സ്വകാര്യ ഹാളിലാണ് നടത്തിയിട്ടുള്ളത്. സ്വാഭാവികം, അങ്ങനെ പല സ്പെഷ്യൽ യോഗങ്ങൾ പലതും എന്തൊക്കെ നടക്കുന്നു എല്ലാ നിലയിലും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ല എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വാദം. പുതിയതായിട്ട് ഒരു വാഗ്ദാനവും താൻ നൽകിയിട്ടില്ല. നേരത്തെ നടത്തിയ പദ്ധതികൾ ആവർത്തിക്കുകയായിരുന്നു. അതിന്റെ നേട്ടം പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളതെന്നാണ് മന്ത്രി ചോദിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകണമെന്ന് ജില്ലാ കളക്ടറും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഒരു കോൺഗ്രസ് നേതാവ് കൂടി BJPയിൽ ചേർന്നു. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച തങ്കമണി ദിവാകരനാണ് BJPയിൽ ചേർന്നത്. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ സാന്നിധ്യത്തിലാണ് തങ്കമണി ദിവാകരൻ BJPയിൽ അംഗത്വമെടുത്തത്. കോൺഗ്രസിൽ നേരിട്ടത് അവഗണനയാണെന്ന് തങ്കമണി ദിവാകരൻ പറഞ്ഞു. ഞാൻ BJPയിൽ അംഗത്വമെടുക്കാൻ കാരണം 27 വയസ്സ് മുതൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചു വരികയാണ്. പക്ഷെ എനിക്ക് അവിടെ നിന്നുണ്ടായ അവഗണനയും, പക്ഷെ എനിക്ക് മാത്രമല്ല പല സ്ത്രീകൾക്കും അവിടെ നിന്നുണ്ടായ അവഗണനയും, അതുപോലെ തന്നെ സ്ത്രീകളെ ബഹുമാനിക്കുവാൻ കോൺഗ്രസ് ഇന്ന് കാണിക്കുന്ന വിമുഖതയുമാണ് എനിക്കിതിൽ അംഗത്വം എടുക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത് ഏറ്റവും പ്രധാനമായ ഘടകം. ഞാൻ തൊഴിലാളി രംഗത്താണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച് രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ പടിപടിയായി പല മേഖലകളിലും പ്രവർത്തിച്ച് ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിച്ചേർന്നത്. അതിന് വേദി ഒരുക്കി തന്ന പാർട്ടിയും അതുപോലെ ആ പാർട്ടി ഏൽപ്പിച്ച എല്ലാ ജോലിയും നല്ല മനോഹരമായ രീതിയിൽ എനിക്ക് പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ പ്രവർത്തന പാരമ്പര്യം ഇന്ന് ഈ BJPയിലും കാഴ്ചവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതലും എന്നെ വിശ്വസിച്ച് എന്നോടൊപ്പം ഒരു പൊതുസമൂഹമുണ്ട്. അവരുടെ ക്ഷേമത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കും സാംസ്കാരികമായും അല്ല സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് അവരെ കൈപിടിച്ചുയർത്തുവാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതിന് എനിക്ക് ഏറ്റവും ഉചിതമായ പാർട്ടി BJP ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേന്ദ്ര ഏജൻസികളെ വിട്ടുള്ള അന്വേഷണത്തിനെതിരെ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. BJP വാഷിംഗ് മെഷീൻ പോലെയാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. BJPയിൽ പോകുന്നവരുടെ അഴിമതി ഇല്ലാതാകുന്ന അവസ്ഥയാണ് ഇപ്പോൾ രാജ്യത്ത് കാണുന്നതെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. BJPയുടെ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരായി അന്വേഷണമുണ്ടോ? ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരായി ഉണ്ടാകുന്ന ആരോപണങ്ങൾ പോലും അന്വേഷിക്കാൻ തയ്യാറുണ്ടോ? അപ്പോൾ മാത്രമല്ല, കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു. പിരിച്ചെടുക്കാത്ത പണത്തിന് പോലും നികുതി ചുമത്തി കോൺഗ്രസിനെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുകയാണ്. EDയും BJPയും ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ പിരിച്ചെടുത്ത പണത്തിനാണ് കോൺഗ്രസിന്റെ മേൽ ഭാരിച്ച നികുതി ഇന്ന് ചുമത്തിയിട്ടുള്ളത്. ഇലക്ട്രൽ ബോണ്ട് വഴി അവർ പിരിച്ച പണത്തെ സംബന്ധിച്ച് ഒരു ന്യായീകരണവും അവർക്ക് പറയാനില്ല. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ വാ മൂടിക്കെട്ടുക, തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കാതിരിക്കുക, ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് പോലും പ്രതിപക്ഷത്തിന് നൽകാതിരിക്കുക എന്നുള്ളതാണ് BJP ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിന്ന് മറ്റൊരു വിവാദം കൂടി വന്നിരിക്കുകയാണ്. ആറ്റിങ്ങലിലാണ് ഇങ്ങനെയൊരു വിവാദം ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുക്കാൻ അംഗങ്ങൾക്ക് കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ നിർദ്ദേശം നൽകി. CPM ഭരിക്കുന്ന ആറ്റിങ്ങലിലെ ഒറ്റൂർ ഗ്രാമപഞ്ചായത്തിലാണ് കുടുംബശ്രീ ചെയർപേഴ്സൺ ഇങ്ങനെ നിർദ്ദേശം നൽകിയത്. ഈ സംഭവത്തിൽ പരാതിയുമായി കോൺഗ്രസ് ആണ് രംഗത്ത് വന്നത്. എന്നാൽ രാഷ്ട്രീയ യോഗത്തിന് വിളിച്ചതല്ലെന്നാണ് ചെയർപേഴ്സന്റെ നിലപാട്. ഭക്ഷണ വിതരണത്തിന് വരാനാണ് കുടുംബശ്രീ അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയതെന്ന് ചെയർപേഴ്സണായ ഷൈല വിശദീകരിച്ചു. ഷിബി, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നാളെ 4 മണിക്ക് കുടുംബശ്രീ അംഗങ്ങളുടെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെ കുടുംബശ്രീയിൽ നിന്ന് എത്ര പേര് വരാൻ പറ്റും? ഷിനുവിനോട് പറയണം, രാഗിയോട് പറയണം,
ഷിബിക്ക് മില്ലാവുകൊണ്ട് വരാൻ പറ്റത്തില്ല. വേറെ ആരെങ്കിലും 5 പേരെ അതിന് പങ്കെടുപ്പിക്കണം. ഓക്കെ. ഇങ്ങനെയൊരു നിർദ്ദേശമാണ് കുടുംബശ്രീ ചെയർപേഴ്സൺ നൽകിയത് കുടുംബശ്രീയിലെ അംഗങ്ങൾക്ക്. ഇതിനെതിരെയാണ് കോൺഗ്രസ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ ഇത് ഭക്ഷണ വിതരണത്തിന് വേണ്ടിയുള്ള നിർദ്ദേശമാണെന്നാണ് ചെയർപേഴ്സന്റെ വിശദീകരണം. ഇടുക്കിയിൽ പ്രചാരണം പൊടിപൊടിക്കുകയാണ്. സോഷ്യൽ മീഡിയ റീൽസുകളാണ് ഇപ്പോൾ പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നത് ഇടുക്കിയിലെ എല്ലാ സ്ഥാനാർത്ഥികളും. 3ാം അംഗത്തിനിറങ്ങുന്ന LDF UDF സ്ഥാനാർത്ഥികളായ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും അഡ്വക്കേറ്റ് ജോയ്സ് ജോർജും സോഷ്യൽ മീഡിയ താരങ്ങളായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. NDA സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് മണ്ഡലത്തിൽ വൈകിയാണ് പ്രചാരണം തുടങ്ങിയത്. പക്ഷേ നവമാധ്യമങ്ങളിൽ നിറയുകയാണ് ഇപ്പോൾ. 3 അഭിഭാഷകരാണ് മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നത് എന്ന പ്രത്യേകതയും ഇടുക്കി മണ്ഡലത്തിന് ഇത്തവണ ഉണ്ട്. ഇടുക്കിയിലെ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയം ഭൂപ്രശ്നങ്ങളും വന്യമൃഗശല്യവും എല്ലാമാണെങ്കിലും സിനിമകളുടെ പ്രമോഷൻ വീഡിയോകളെ മാറ്റി നിർത്തിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ വീഡിയോകൾ കൊണ്ട് സോഷ്യൽ മീഡിയകളിൽ നിറയുകയാണ് ഇടുക്കിയിലെ മുന്നണി സ്ഥാനാർത്ഥികൾ. സ്ഥാനാർത്ഥിയുടെ ചിരിക്കുന്ന മുഖവും കിടു BGMഉം ക്യാമറ ഷോട്ടുകളും ഒന്നിക്കുമ്പോൾ സംഭവം പൊളി തന്നെ. 30 സെക്കൻഡ് ദൈർഘ്യമുള്ള റീലുകൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകാൻ നിമിഷങ്ങൾ മാത്രം മതി. കുറഞ്ഞ സമയത്തിനുള്ളിൽ നല്ല വ്യൂസും കിട്ടും. ഓരോ ദിവസങ്ങളുടെയും പ്രത്യേകതകൾ വെച്ചുള്ള ആശംസാ കാർഡുകൾ ഇറക്കുന്നതും സ്ഥാനാർത്ഥികളുടെ ഹൈലൈറ്റാണ്. മതിലുകളിലും കവലകളിലും പോസ്റ്ററും ഫ്ലെക്സും വയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രചാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ തന്നെയാണ്. അണികളാകട്ടെ കമന്റ് ബോക്സിൽ പൊരിഞ്ഞ യുദ്ധത്തിലുമാകും. ഡീനും ജോയ്സും സംഗീതയും ഇടുക്കിയുടെ പരിചിത മുഖമെന്ന നിലയിലുള്ള വീഡിയോസും നവമാധ്യമത്തിൽ കസറുകയാണ്. 3 അഭിഭാഷകർ ഏറ്റുമുട്ടുന്നു എന്ന പ്രത്യേകതയും ഇടുക്കിക്കുണ്ട്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വലിയൊരു ടീം തന്നെയാണ് ഈ സ്ഥാനാർത്ഥിമാർക്കുള്ളതും. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ തുടങ്ങിയവയിലെല്ലാം ഒരേപോലെ പ്രചാരണം കത്തിക്കയറുന്നു. അടുത്ത ദിവസത്തെ പരിപാടിയുടെ ചാർട്ടും തലേ ദിവസം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും. പൊരിവേലിൽ നടത്തുന്ന പ്രചരണത്തിനൊപ്പം നവമാധ്യമ പ്രചാരണവുമുണ്ടെങ്കിലും ഇടുക്കി ആർക്കൊപ്പമെന്ന് കണ്ടറിയണം. ന്യൂസ് 18 ഇടുക്കി. UDFന്റെ പ്രചാരണ പരിപാടിയിൽ സജീവമാവുകയാണ് മറിയാമ്മ ഉമ്മൻ. ഉമ്മൻചാണ്ടിയുടെ വിയോഗശേഷം ആദ്യമായാണ് മറിയാമ്മ രാഷ്ട്രീയ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. UDF സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാനുള്ള തുക മറിയാമ്മ ഉമ്മൻ കോട്ടയത്ത് കൈമാറി. വൈകിട്ട് നടക്കുന്ന റാലിയിലും മറിയാമ്മ ഉമ്മൻ പങ്കെടുക്കും. കോട്ടയത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുക്കുകയാണ്. ഇന്ന് രാവിലെ പാലായിലാണ് സ്ഥാനാർത്ഥി ചാഴിക്കാടൻ തോമസ് ചാഴിക്കാടന്റെ വാഹന പര്യടനം ആരംഭിച്ചത്. പാലാ നിയോജക മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിൽ ഇന്ന് അദ്ദേഹം സന്ദർശനം പൂർത്തിയാക്കും. എന്തായാലും കോൺഗ്രസ് ക്യാമ്പിനെ സംബന്ധിച്ച് UDF ക്യാമ്പിനെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ്. ആ ഒരു വിടവ് നികത്താൻ എന്നവണ്ണം മറിയാമ്മ ഉമ്മൻ, ഉമ്മൻചാണ്ടിയുടെ സഹധർമ്മിണി മറിയാമ്മ ഉമ്മൻ ഇന്ന് പ്രചരണത്തിന് തുടക്കം കുറിച്ചു. അതായത് ഈ കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് കെട്ടിവെക്കാനുള്ള തുകയായ 25,000 രൂപ മറിയാമ്മ ഉമ്മനാണ് കൈമാറിയത്. പുതുപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിലെത്തി പ്രാർത്ഥന നടത്തിയ ശേഷം ഇവിടെ കല്ലറയിലും എത്തി പ്രാർത്ഥിച്ച ശേഷമാണ് ഈ തുക കൈമാറിയത്. നാളെ തോമസ് ചാഴികാടനും ഒപ്പം തന്നെ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയും പത്രിക സമർപ്പിക്കുന്നുണ്ട്. ഇപ്പുറത്ത് മറ്റന്നാളാണ് ഫ്രാൻസിസ് ജോർജ് പത്രിക സമർപ്പിക്കുന്നത്. നാളെ മുതൽ ഫ്രാൻസിസ് ജോർജിന്റെ റോഡ് ഷോകളും ആരംഭിക്കുകയാണ്. അങ്ങനെ കോട്ടയം മൊത്തത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് ഒന്നുകൂടി കടക്കുന്നു. കൂടുതൽ നേതാക്കളും ഒക്കെ തന്നെ എത്തുന്നു. ക്യാമ്പയിനുകളുടെ രീതിയും ഒക്കെ മാറുന്ന കാഴ്ചയാണുള്ളത്. എന്തായാലും വീറും വാശിയും നിറഞ്ഞൊരു പോരാട്ടത്തിലേക്ക് കോട്ടയം കടന്നിരിക്കുകയാണ്. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust.
മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. കൊച്ചി അധോലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ന്യൂസ് 18 കേരളം പുറത്തുവിട്ടതോടുകൂടി ഏജൻസികൾക്ക് വെറുതെ ഇരിക്കാൻ വയ്യാത്ത സ്ഥിതിയായിരിക്കുകയാണ്. ഇപ്പോൾ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. പെരുമ്പാവൂർ അനസിന്റെ സംഘത്തിൽ ഉണ്ടായിരുന്ന കൂടുതൽ പേരെ ചോദ്യം ചെയ്തു വരികയാണ് ATS. ന്യൂസ് 18നോട് വെളിപ്പെടുത്തൽ നടത്തിയ മറ്റൊരാൾ കൂടി ഇബ്രാഹിം കുട്ടി എന്നയാളെ കൂടി ATS ചോദ്യം ചെയ്തു. ആലുവയിലെ വീട്ടിലെത്തിയാണ് ഇബ്രാഹിം കുട്ടിയിൽ നിന്ന് വിവരങ്ങൾ തേടിയത്. പെരുമ്പാവൂർ അനസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ATS തേടുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ടോം കുര്യാക്കോസ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ടോം, നേരത്തെ ഔറംഗസേബിനെ ATS ചോദ്യം ചെയ്തിരുന്നു. പെരുമ്പാവൂർ അനസിലേക്ക് എത്തുന്നതിനുള്ള വഴി തേടുകയാണോ ഇപ്പോൾ ATS? അനസിനെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള, ഗൾഫിൽ നിന്ന് തിരിച്ചെത്തിക്കുവാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? മഞ്ജുഷ്, കൊച്ചിയിലെ ഗുണ്ടാ നേതാവായ ഔറംഗസേബ് ന്യൂസ് 18 നൽകിയ വെളിപ്പെടുത്തലിന് അഭിമുഖത്തിന് പിന്നാലെയാണ് ATS തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നത്. കൊച്ചിയിലെ അധോലോകവുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടത്തുകയാണ് ATS. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഔറംഗസേബിനെ കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. 6 മണിക്കൂറോളമാണ് ഔറംഗസേബിനോട് നിന്നും വിവരങ്ങൾ തേടിയത്. അതായത് പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, മറ്റ് ഗുണ്ടാ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട, കൊച്ചി അധോലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഔറംഗസേബിൽ നിന്നും ചോദിച്ചറിഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പെരുമ്പാവൂർ അനസിന്റെ വലം കൈയായിരുന്ന ഇബ്രാഹിം കുട്ടിയെ കൂടിയും ചോദ്യം ചെയ്തത്. ഇന്നലെ ഇബ്രാഹിം കുട്ടിയുടെ ആലുവയിലെ വീട്ടിലെത്തിയാണ് ഈ ചോദ്യം ചെയ്യൽ നടത്തിയത്. അതായത് ഈ പ്രധാനമായും ഇബ്രാഹിം കുട്ടി പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും ന്യൂസ് 18നോട് പങ്കുവച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നെടുമ്പാശ്ശേരി തിരുവനന്തപുരം തട്ടിക്കൊണ്ടുപോകൽ കേസ്, അതോടൊപ്പം കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള സ്വർണം പൊട്ടിക്കൽ കേസ് തുടങ്ങിയ കേസുകളും പെരുമ്പാവൂർ അനസിന് ബന്ധമുണ്ട് എന്ന് ഇബ്രാഹിം കുട്ടി വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഇക്കാര്യങ്ങളടക്കം ചോദിച്ചറിയുകയായിരുന്നു പ്രധാനമായും ലക്ഷ്യം. അനസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇവർ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അനസിന് പങ്കുള്ള പല കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ, സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം ATS ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിന് പിന്നാലെ പോലീസും വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നു, കൂടുതൽ പേരെ ചോദ്യം ചെയ്യുമെന്ന വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഔറംഗസേബിനെ കൊച്ചി പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ന്യൂസ് 18 കഴിഞ്ഞ ദിവസം ഒരു വെളിപ്പെടുത്തൽ നടത്തിയ ഈ അനസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം പങ്കുവെച്ച നിഷിൽ എന്ന ഗുണ്ടാ നേതാവ്, അതായത് മുൻപ് അനസിനൊപ്പം ഉണ്ടായിരുന്ന നിഷിലിനെയും ആലുവ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങുമെന്ന സൂചനയുണ്ട്. കേന്ദ്ര ഇന്റലിജൻസും ഈ ഗുണ്ടാ നേതാക്കന്മാരുടെ വെളിപ്പെടുത്തലുകൾ ന്യൂസ് 18 പുറത്തുവിട്ട വിവരങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട്. മഞ്ജുഷ്. ശരി ടോം, എന്തായാലും ന്യൂസ് 18 കേരളം പുറത്തുവിട്ട കൊച്ചി അധോലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വിവിധ ഏജൻസികളുടെ അന്വേഷണത്തിന് ഇപ്പോൾ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് പെരുമ്പാവൂർ അനസിന്റെ വിശ്വസ്തരായിരുന്ന ഇബ്രാഹിം കുട്ടിയെയും അതുപോലെ തന്നെ ഔറംഗസേബിനെയും ATS ചോദ്യം ചെയ്തത്. ഇബ്രാഹിം കുട്ടിയെ ഇന്ന് ATS ചോദ്യം ചെയ്തു. നേരത്തെ ഔറംഗസേബിനെ ചോദ്യം ചെയ്തിരുന്നു. മറ്റുള്ളവരിലേക്കും അന്വേഷണം ഇപ്പോൾ നീളുകയാണ്. മറ്റു വാർത്തയിലേക്ക്. കള്ളക്കടൽ പ്രതിഭാസം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള തീരത്ത് കണ്ടതാണ്. കഴിഞ്ഞ 3 ദിവസമായി ഉയർന്ന തിരമാലയും അതുപോലെ തന്നെ കടലാക്രമണവും കേരളത്തിന്റെ വിവിധ തീരപ്രദേശങ്ങളിൽ കണ്ടിരുന്നു. ഇത് തീരപ്രദേശങ്ങളിലുള്ളവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. ഇനിയും കള്ളക്കടൽ പ്രതിഭാസം തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഏറ്റവും ഒടുവിൽ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ പറയുന്നത്. ഇന്ന് രാത്രി 11:30 മണി വരെ ഉയർന്ന തിരമാലയ്ക്കും കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ടെന്നാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത്. കേരള തീരത്ത് മാത്രമല്ല, തമിഴ്നാട് തീരത്തും കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകും. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ബീച്ചുകളിൽ ഇറങ്ങുന്നതിന് വിനോദസഞ്ചാരികൾക്ക് കർശനമായ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ തയ്യാറാക്കി. കള്ളക്കടലിനെ തുടർന്നുള്ള പ്രതിഭാസം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആലപ്പുഴ അടക്കമുള്ള തീരദേശങ്ങളിൽ അല്പം കാര്യങ്ങൾ ശാന്തമായിട്ടുണ്ട് എന്ന് തന്നെ പറയാനാകും. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷവും വേലിയേറ്റ സമയത്ത് ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ ദിവസത്തിന് സമാനമായൊരു സാഹചര്യം ആലപ്പുഴയുടെ ഉൾപ്പെടെയുള്ള തെക്കൻ തീരങ്ങൾ, കേരളത്തിന്റെ തെക്കൻ തീരങ്ങളിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രതീക്ഷ നൽകുന്നത്. മാത്രമല്ല ഇന്ന് പുലർച്ചെ വരെ മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ പോലും മത്സ്യത്തൊഴിലാളികൾക്ക് ഇന്നും വരുന്ന ദിവസങ്ങളിലും കടലിൽ പോകാനുള്ള അനുവാദം
ഉണ്ടായിട്ടില്ല. മാത്രമല്ല തീരദേശങ്ങൾ, പ്രത്യേകിച്ച് ബീച്ചുകളിലടക്കം എത്തുന്ന ആളുകൾ കടലിലേക്ക് ഇറങ്ങരുതെന്നുള്ള സുരക്ഷാ നിർദ്ദേശവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് വലിയ തോതിൽ കടൽ തിരമാലകൾ ഉയരുകയും ആലപ്പുഴയുടെ ഉൾപ്പെടെയുള്ള തെക്കൻ മേഖലകൾ, കൊല്ലത്തും ഉൾപ്പെടെ തീരദേശത്തിൽ കടൽ കയറുന്ന സാഹചര്യവും ഉണ്ടായിട്ടുള്ളത്. വലിയ തോതിൽ 1 മീറ്ററോളം ഉയർന്ന തിരമാലകളാണ് ആലപ്പുഴയുടെ ഉൾപ്പെടെയുള്ള തീരദേശങ്ങളിലേക്ക് ഇരച്ചു കയറുകയും വള്ളങ്ങൾക്കും ഒപ്പം തന്നെ വീടുകൾക്കും, തീരദേശത്ത് താമസിക്കുന്ന ആളുകളുടെ വീടുകൾക്കും വലിയ തോതിൽ അത് അപകടം സൃഷ്ടിക്കുകയും ചെയ്തത്. എന്തായാലും ഇന്നലെ വൈകുന്നേരം ഉൾപ്പെടെ അലർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിലും തീരദേശങ്ങൾ വലിയ പ്രതിസന്ധി ഉണ്ടായില്ല. മാത്രമല്ല കടൽ പൊതുവെ ശാന്തമായി തന്നെയാണ് കാണപ്പെട്ടത്. ആലപ്പുഴ പുറക്കാട്, കഴിഞ്ഞ ദിവസം പുറക്കാട് ഇത്തരത്തിൽ തിര കയറിയതിനെ തുടർന്ന് 20ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ഒരു വള്ളം കെട്ടഴിഞ്ഞ് പോവുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ നിരവധി വള്ളങ്ങളുടെ എഞ്ചിനുകൾക്ക് വള്ളങ്ങൾ കൂട്ടിയിടിച്ച് അത്തരത്തിൽ അപകടമുണ്ടാവുകയും ഒപ്പം തന്നെ ഈ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തിരുന്നു. മുതലപ്പുഴയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം മുതലപ്പുഴയിൽ 3 തവണ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി അടുപ്പിച്ച് വള്ളം ഇറങ്ങുമ്പോൾ അപകടമുണ്ടായിട്ടുണ്ട്. ഹാർബറിൽ അത്തരത്തിൽ വള്ളം ഇറക്കുന്ന സാഹചര്യത്തിൽ ഇന്നും വള്ളം മറിഞ്ഞ് 3 മത്സ്യത്തൊഴിലാളികൾ നീന്തി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. കൊല്ലത്തും സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസത്തെ കടൽക്ഷോഭത്തിൽ വീടുകൾക്ക് പ്രശ്നമുണ്ടായിരുന്നു. എന്തായാലും ഇത് എത്ര രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ചൊക്കെ സർക്കാർ കണക്കുകൾ എടുത്തു വരുന്നതേ ഉള്ളൂ. അത് സംബന്ധിച്ച് നമ്മളോടൊന്നും ഔദ്യോഗികമായി എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ മാർച്ച് 23-ന് അറ്റ്ലാന്റിക് സമുദ്രത്തിലുണ്ടായ അത്യുഷ്ണത്തെ തുടർന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിലുണ്ടായ ചുഴലി അത് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് സഞ്ചരിക്കുകയും ആ ന്യൂനമർദ്ദം ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ തിരമാലകൾ 20 മീറ്ററോളം ഉയരത്തിൽ ഉയർത്തുകയും ചെയ്തിരുന്നു. അതിന്റെ അലയൊലികളാണ് ഈ 5000ഓളം കിലോമീറ്ററുകൾ താണ്ടി കേരളത്തിന്റെ തെക്കൻ മേഖലയിലുള്ള തീരദേശങ്ങളിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നുമുള്ള ആ തിരകളാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ പ്രതിസന്ധി സൃഷ്ടിച്ചത്. എന്തായാലും ആ കള്ളക്കടൽ എന്ന പ്രതിഭാസം യാതൊരുവിധ മുന്നറിയിപ്പ് നൽകാതെ, ഒരു പ്രകൃതിയെ സംബന്ധിച്ച ഒരു അറിയിപ്പും നൽകാതെ ആണ് ഈ കടൽ ഇത്തരത്തിൽ കടന്നു വരുന്നത്. 2005-ന് ശേഷം ഇത്ര വ്യാപകമായ രീതിയിൽ ഉണ്ടാകുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ്. കഴിഞ്ഞ ദിവസം പുറക്കാട് 2 തവണ, ആഴ്ചകളുടെ വ്യത്യാസത്തിൽ 2 തവണ കടൽ ഉള്ളിലേക്ക് വലിയുകയും ചെയ്തിരുന്നു. അതൊക്കെ ഇതിന്റെ ഒരു സൂചനയാണ് എന്നുള്ളതാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത്. എന്തായാലും ഈ കള്ളക്കടൽ പ്രതിഭാസത്തിൽ അലേർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിലും ആലപ്പുഴയുടെ ഉൾപ്പെടെയുള്ള തെക്കൻ കേരളത്തിന്റെ തീരദേശം വലിയ പ്രതിസന്ധിയൊന്നുമില്ലാതെ തന്നെ ഇപ്പോൾ ഈ മണിക്കൂറുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കള്ളക്കടൽ പ്രതിഭാസം ഇനിയും തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ഇന്നലെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് കേരളത്തിന് തിരിച്ചടി നേരിട്ടത്. കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ കേരളം ഹർജി നൽകിയെങ്കിലും കടമെടുപ്പ് പരിധി കൂട്ടുവാൻ സുപ്രീം കോടതി തയ്യാറായിരുന്നില്ല. ഇത് കേരളത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കി മാറ്റുകയുമാണ്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. കേരളം തകരട്ടെ എന്നാണ് BJPയുടെ നിലപാടെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ഒരു നാടിന് താങ്ങാവുന്നതിലധികം ദുരന്തങ്ങൾ നേരിടുന്ന ഘട്ടത്തിൽ കേരളത്തിന് കേന്ദ്രം ഒരു സഹായവും നൽകിയിട്ടില്ല. ആ ഘട്ടത്തിൽ UDF MPമാർ ശബ്ദിച്ചില്ലെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഒരുപാട് പ്രശ്നങ്ങളിൽ BJPക്ക് സമാനമായ നിലപാട് സ്വീകരിക്കുന്നത് ചൂണ്ടിക്കാണിക്കാനുണ്ട്. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ പ്രതിനിധീകരിച്ച് ഇവിടുന്ന് പാർലമെന്റിലേക്ക് പോയ പാർലമെന്റ് അംഗങ്ങൾ നമ്മുടെ നാടിന്റെ വികാരത്തോടൊപ്പം നിന്നോ, ജനങ്ങളുടെ അഭിപ്രായത്തോടൊപ്പം നിന്നോ? അവർക്കതിന് പറ്റിയതേയില്ല. നമ്മുടെ നാടിനെ വലിയ തോതിൽ പുറകോട്ടടിപ്പിക്കാനുള്ള നീക്കമായിരുന്നു BJP ഗവൺമെന്റ് നടത്തിയത്. അതേസമയം സർക്കാർ സുപ്രീം കോടതിയിൽ വടി കൊടുത്ത് അടി വാങ്ങിയതായാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് വ്യക്തമായി കഴിഞ്ഞുവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. നേരത്തെ സർക്കാരും നേതാക്കളും പറഞ്ഞിരുന്നത്, മന്ത്രിമാരും പറഞ്ഞിരുന്നത് 57,000 കോടി രൂപ കേന്ദ്രം പിടിച്ചുവെച്ചിരിക്കുന്നുവെന്നാണ്. പക്ഷേ ഇക്കാര്യം സുപ്രീം കോടതിയിൽ ഒരു ഘട്ടത്തിലും സംസ്ഥാനം ഉന്നയിച്ചിട്ടില്ല എന്നും VD സതീശൻ പറഞ്ഞു. പൗരത്വ ഭേദഗതി വിഷയവും തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവ ചർച്ചാ വിഷയമായി മാറ്റുകയാണ് LDFും UDFും. പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസിനെ തുടർച്ചയായി വിമർശിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കോൺഗ്രസിനെ വിമർശിച്ചിരുന്നു. നിയമ ഭേദഗതിയെപ്പറ്റി കോൺഗ്രസ് ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് മലപ്പുറത്തും അദ്ദേഹം ആവർത്തിക്കുകയുണ്ടായി. ലീഗ് MPമാർ പോലും കോൺഗ്രസുമായി ചേർന്ന് പാർലമെന്റിൽ നേരെ ചൊവ്വയുള്ള നിലപാട് സ്വീകരിച്ചില്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തുകയുണ്ടായി.
എന്നാൽ ഇതിന് മുഖ്യമന്ത്രിയുടെ ഈ ആരോപണത്തിന് മറുപടി നൽകുകയാണ് PK കുഞ്ഞാലിക്കുട്ടി. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ CPM പ്രചാരണം വോട്ട് മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണെന്നാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ. പൗരത്വ വിഷയത്തിൽ പറഞ്ഞതെല്ലാം വെറും വർത്തമാനം മാത്രമാണെന്നത് ഒരൊറ്റ കോടതി വിധിയിലൂടെ വ്യക്തമായിരിക്കുകയാണ്. ഇവർക്ക് ന്യൂനപക്ഷ സംരക്ഷണം എന്നുള്ളത് വെറും വർത്തമാനം മാത്രമാണെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പൗരത്വം മാത്രം പറഞ്ഞ് വോട്ട് പിടിക്കാം എന്ന വിചാരിച്ചത്, പക്ഷേ ഇങ്ങനെ വാക്ക് മാത്രം പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റൂലല്ലോ. ചെയ്തികൾ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. ഇപ്പോൾ റിയാസ് മൗലവിയുടെ ഇഷ്യൂ വന്നു. പൗരത്വത്തിൽ പറഞ്ഞത് മുഴുവൻ ഒറ്റ കോടതി വിധി കൊണ്ട് ഇല്ലാതായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കാരണം എന്താ, വർത്താനേ ഉള്ളൂ, അല്ലാതെ ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറയുന്ന ഒരു സംഗതി അവർക്കില്ല. യഥാർത്ഥ വിഷയങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ട് മൈക്കിലൂടെ ഇങ്ങനെ തള്ളി പോയാൽ ഇപ്പോൾ RSSകാരെ ഈ കേസിൽ രക്ഷപ്പെടുത്തി, അതുപോലെ തന്നെ പല കേസിലും അവർ രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും വേഗം മനസ്സിലാവും. പൗരത്വം ഇവിടെ ഇപ്പോൾ UDF വന്നാലും LDF വന്നാലും കേരളത്തിൽ നടപ്പിലാക്കൂല. പക്ഷെ അത് കേരളത്തിലെ പ്രശ്നമല്ലല്ലോ. പൗരത്വം അതിൽ പക്ഷപാതം കാണിക്കാതിരിക്കണമെങ്കിൽ ഇന്ത്യക്ക് ഒരു വഴിയേ ഉള്ളൂ, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരിക എന്നുള്ളത് മാത്രമേ. കോൺഗ്രസ് അധികാരത്തിലുള്ളപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഡൽഹി സർക്കാരിനെ അട്ടിമറിക്കാൻ ഓപ്പറേഷൻ താമരയുമായി BJP രംഗത്തെത്തിയിട്ടുണ്ടെന്നാണ് ആം ആദ്മി പാർട്ടി നേതാക്കളുടെ ആരോപണം. ആം ആദ്മി പാർട്ടി നേതാക്കൾ അറസ്റ്റിലാകുമെന്നും മന്ത്രി അതീഷി മെർലേനെയാണ് പറഞ്ഞത്. തനിക്ക് പുറമെ മന്ത്രി സൗരഭ് ഭരദ്വാജ്, പാർട്ടി MP രാഘവ് ചന്ദ, ദുർഗേഷ് പഥക് എന്നിവരെ 2 മാസത്തിനുള്ളിൽ ED അറസ്റ്റ് ചെയ്യുമെന്നാണ് അതീഷി പറയുന്നത്. അല്ലെങ്കിൽ BJPയിൽ ചേരണം എന്നുള്ള സമ്മർദ്ദമാണ് ഉള്ളതെന്നും അതീഷി ഇന്ന് വെളിപ്പെടുത്തി. BJPയുമായി അടുപ്പമുള്ളയാൾ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ സമീപിച്ചതായും അതീഷി പറഞ്ഞു. BJPയിൽ ചേരുകയാണ് രാഷ്ട്രീയ ഭാവിക്ക് നല്ലതെന്നും അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ അറസ്റ്റിലാകുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും വാർത്താ സമ്മേളനത്തിലാണ് അതീഷി വെളിപ്പെടുത്തിയത്. മദ്യനയക്കേസിൽ കൂടുതൽ ആം ആദ്മി പാർട്ടി നേതാക്കൾക്കെതിരെ ED നീക്കവും തുടങ്ങിയിട്ടുണ്ട്. മദ്യനയക്കേസിൽ അറസ്റ്റിലായ വിജയ് നായർ, അതീഷി, സൗരഭ് ഭരദ്വാജ് എന്നിവരുമായി ബന്ധപ്പെട്ടിരുന്നുവെന്ന് കേജ്രിവാൾ പറഞ്ഞതായി ED കോടതിയെ അറിയിച്ചു. എന്നാൽ ഓപ്പറേഷൻ താമര നീക്കം ഉണ്ട് എന്നുള്ള ആരോപണം BJP നിഷേധിച്ചിട്ടുണ്ട്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6330, പവന് 50,640. 18 ക്യാരറ്റ് ഗ്രാമിന് 5295, പവന് 42,360. വെള്ളി ഗ്രാമിന് 82, കിലോയ്ക്ക് 82,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പകൽ വാർത്ത അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം ടോം കുര്യാക്കോസ് ചേരും സ്പോട്ട് ലൈവുമായി.